ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്ന ഓഗ്ഡൻ നേഷ് എഴുതിയ ഒരു പോയം അല്ലെങ്കിൽ ഒരു കവിതയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഓഥറിൻ്റെ പേര് ഓഗ്ഡൻ നേഷ് ആണ്. ടൈറ്റിൽ എന്താ? ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഈ ഒരു ടൈറ്റിലിൻ്റെ പ്രത്യേകത തന്നെ ഒരു ഹാസ്യം ഉണർത്തുന്ന രീതിയിലാണ്. അതായത് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളെ കുറച്ചേ വേദനിപ്പിക്കാൻ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ ഒരു മീനിങ് വരുന്നത് കേട്ടോ. അതായത് ഈ ഒരു കാര്യം ഇവിടെ പറയാൻ പോകുന്ന പ്രവൃത്തി നിങ്ങളെ കുറച്ച് മാത്രം നിങ്ങളെ വേദനിപ്പിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നേരെ പോയിന്റിലോട്ട് പോവാം. ഇതിനകത്ത് ബേസിക്കലി പറയുന്നത് ഓഗ്ഡൻ നേഷ് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ ഉണ്ടായ കുറേ അനുഭവങ്ങളെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു പല്ല് ഡോക്ടറെ കാണിക്കും അല്ലേ. മീൻസ് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് എക്സ്പീരിയൻസസ് അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറയാം, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിശയോക്തിപരമായിട്ടും ഭയങ്കര എക്സ്പ്രസീവായിട്ടൊക്കെയാണ് ഇതിനകത്ത് അദ്ദേഹം എഴുതി പോയിട്ടുള്ളത്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഹാസ്യം ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ചിരി ഉണർത്തിപ്പിക്കുന്ന രീതിയിൽ പറയാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും കവിത എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ ഓഗ്ഡൻ നേഷ് ഓഥർ പറയുന്ന കാര്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഡെന്റിസ്റ്റിൻ്റെ മുമ്പിൽ പോയി നമ്മൾ വായും തുറന്നിരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ പല്ലിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും നമുക്ക് വാ നന്നായിട്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാലാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എനിക്കങ്ങനെ വാ തുറന്ന് ഒരു ഡെന്റിസ്റ്റിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഓഗ്ഡൻ നേഷ് ആദ്യമേ പറയുന്നുണ്ട്. പിന്നെ അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കിനി പിന്നീട് ഒരിക്കലും എവിടെ വന്ന് ഇരിക്കേണ്ട, മീൻസ് പിന്നീട് പല്ലിനൊരു പ്രശ്നം വരില്ല, ഇതോടുകൂടി ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരിക്കാം നമ്മളൊരു പക്ഷേ അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ നമ്മൾ വായി തുറന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഒരുപാട് ടോർച്ചേഴ്സാണ് അവിടെ നേരിടേണ്ടി വരിക. ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഫിസിക്കലായിട്ട് നമുക്ക് അവിടെ കുറച്ച് പെയിൻ വരുന്നുണ്ട്. പിന്നെ എന്താണ്, മെൻ്റലായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്യൂസ് അവിടെ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്ന ഈ ഒരു ലൈൻ ഒന്ന് ശ്രദ്ധിക്കണേ. വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ യുവർ ചെസ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ താടി ഉണ്ടല്ലോ, നാടി എന്നൊക്കെ പറയുക, താടിയില്ലേ, ഈ ജോ ആണെങ്കിൽ നമ്മുടെ ചെസ്റ്റിൽ മുട്ടുന്ന മാതിരിയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര എക്സാജറേറ്റ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഭയങ്കരമായിട്ട് അതിശയോക്തിപരമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം, വാ തുറന്നെന്ന് പറഞ്ഞ് നമ്മുടെ താടി വന്നിട്ട് നെഞ്ചിൽ മുട്ടാനൊന്നും പോകുന്നില്ല അല്ലേ. പക്ഷേ ഇദ്ദേഹം അത് കുറച്ചുകൂടി അവിടെ ഒരു ഹാസ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇരിക്കുമ്പോൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി എങ്ങനെയാണ് ഇരിക്കുക? ജോ ചെസ്റ്റിൽ മുട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇരിക്കുക. ഓക്കെ, അത്രയും വാ എന്താണ് ഭയങ്കരമായിട്ട് തുറന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക എന്നാണ് ഓഗ്ഡൻ നേഷ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൈ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, മീൻസ് കൈ നല്ല ബലം കൊടുത്ത് പിടിക്കുക. അങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ടാവുക. നമ്മുടെ സ്വന്തം കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഈ ഹസ്തശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കയ്യിൽ ഒരുപാട് രേഖകൾ ഉണ്ടല്ലോ, ലൈൻസ് ഉണ്ടല്ലോ. ഈ ലൈൻസിനൊക്കെ ഓരോന്നിനും ഓരോ അർത്ഥം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ മുറുക്കി പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൈക്കകത്തുള്ള ലൈഫ് ലൈനിനും അതുപോലെ തന്നെ എന്താ പറയുക, ലവ് ലൈനിനും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? അതായത് കൈ ഇങ്ങനെ നമ്മൾ മുറുക്കി പിടിക്കുമ്പോൾ നമ്മുടെ നഖം ഈ ഉള്ളം കയ്യിൽ തട്ടിയിട്ട് നമ്മുടെ ഉള്ളം കൈക്കകത്തുള്ള ഈ ജീവിതരേഖയും അതുപോലെ തന്നെ ലവ് ലൈൻ എന്നൊക്കെ പറയുന്ന പല രേഖകൾക്കും മാറ്റങ്ങൾ വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമുക്കറിയാം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നമ്മളെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നഖം കൊണ്ടിട്ട് ഉള്ളം കയ്യിലുള്ള രേഖകൾക്ക് പ്രത്യേകിച്ച് സ്ഥാനം മാറാനൊന്നും പോകുന്നില്ല അല്ലേ. പക്ഷെ അദ്ദേഹം ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരു ഹ്യൂമർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളങ്ങനെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വായി തുറന്നിരിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ടോർച്ചർ വരുന്നുണ്ട്. അപ്പോൾ അന്നേരം ഒരു റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ശക്തി കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ നമ്മുടെ നഖം കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫ് ലൈനും ലവ് ലൈനും ഒരുപാട് ചേഞ്ചസ്, കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഓഗ്ഡൻ നേഷ് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത്, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്ഷമ നശിക്കും അല്ലേ. കാരണം കുറേ നേരം നമുക്കിങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവില്ല, നമ്മുടെ അന്തസ്സും നമ്മുടെ അഭിമാനമൊക്കെയാണ് അവിടെ ചോർന്ന് പോകുന്നതെന്നും ഓഗ്ഡൻ നേഷ് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ ഒരു ലൈൻസ് ഒന്ന് ശ്രദ്ധിച്ചോളണം. ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ഈസ് ബീങ് വർക്ക്ഡ് ഓൺ. അതായത് ഇവിടെ ഒരു സിമിലിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ഈ മൗത്തിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, മൗത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഡെന്റിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പണി, അതിനെ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ ഇല്ലേ, റോഡ് വർക്ക്
വാക്കുകൾ അതുമായിട്ട് അവിടെ ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൗത്തിനകത്ത് മീൻസ് പല്ലിന് വേണ്ടി എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, റോഡ് പണി ചെയ്യുന്ന പോലെയാണ് നമ്മുടെ പല്ലിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു സിമിലിയായിട്ട് ആര് പറയുന്നത്, ഓഗ്ഡൻ നേഷ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, കാരണം ഈ നമുക്കറിയാം റോഡ് പണിക്കൊക്കെ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കോൺക്രീറ്റ് മിക്സേഴ്സ്, ഡ്രിൽസ്, സ്റ്റീം റോളേഴ്സ് അങ്ങനെയുള്ള പല ഇക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വെച്ചിട്ടാണല്ലോ റോഡിലെ ടാറിങ് ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും, ഡെൻറ്റിസ്റ്റിൻ്റെ കയ്യിലും കുറേ ടൂൾസുകളുണ്ടല്ലോ നമ്മുടെ പല്ലിന് വേണ്ടിയിട്ടുള്ള. പല രീതിയിൽ അവർ ഓരോ പേരുകളുണ്ട് സയൻറ്റിഫിക്കായിട്ട്. സോ അങ്ങനെ പല എന്താ പറയുക മെഡിക്കൽ ടൂൾസുകളും അവരുടെ കയ്യിലുണ്ടല്ലോ, ഡെൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ആര് പറയുന്നത്, ഓഗ്ഡൻ നേഷ് പറയുന്നത് റോഡ് പണി ചെയ്യുന്ന പോലെയാണ് നമ്മുടെ പല്ലിലെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഡെൻറ്റിസ്റ്റ് ചെയ്ത് തരുന്നത് എന്നുള്ള രീതിയിലാണ് വീണ്ടും ആ ഒരു ഹാസ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ നമ്മുടെ റോഡിൽ ഇത്തരത്തിൽ റോഡിലെന്ന് നമ്മുടെ പല്ലിനകത്ത് ഇത്തരത്തിൽ ഈ പല്ലിൽ ഈ പോടൊക്കെ വരില്ലേ, അങ്ങനെ എന്താ പറയുക ഹോളൊക്കെ വന്നിട്ടല്ലേ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ഒരു പല്ലിനകത്ത് ഹോളൊക്കെ വന്നിങ്ങനെ അതിനെ അടയ്ക്കുന്നതിനൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ റോഡിനകത്ത് നമുക്കറിയില്ല, റോഡിൽ കുറേ ഈ എന്താ പറയുക കുഴികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ റോഡിലും, ഈ കട്ടറൊക്കെ എന്ന് പറയുന്നത്. ആ ഒരു എന്താ പറയുക കുഴികളൊക്കെ മൂടിയിട്ടല്ലേ ടാറിങ് ഒക്കെ ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ പല്ലിനകത്തുള്ള ഈ ഒരു ഹോൾസിനെയൊക്കെ അടയ്ക്കുന്നതും പിന്നെ അതിനെ നേരെ ആക്കുന്നതും. അതായത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു കമ്പാരിസണാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് റോഡ് പണിയും പിന്നെ പല്ലിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട്. ഓക്കെ, നമ്മൾ അതിനെ കൂടുതലായിട്ടൊന്നും നോക്കണ്ട, ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു പല്ലിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എല്ലാ നെർവ്സും നമുക്ക് മൊത്തത്തിലൊരു ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മുടെ തലയ്ക്കകത്തും എല്ലാ നാഡി ഞരമ്പുകൾക്കും ഒരു എന്താ പറയുക ഒരു ഇറിറ്റേഷനാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. മൊത്തത്തിലൊരു എന്താ പറയുക ഒരു അസ്വസ്ഥമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുക. ഇനി നോക്കൂ, അടുത്ത് അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോൾ വിചാരിക്കും നമ്മുടെ പല്ലൊക്കെ ഭയങ്കര പോളിഷ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അല്ല, പോളിഷ് ചെയ്യല്ല ചെയ്യുന്നത്, അവിടെ ഡിമോളിഷ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. മീൻസ് അതായത് പല്ലിന് എന്താ പറയുക ആ പോളിഷ് ആവുന്നതിന് പകരം പല്ല് വീണ്ടും തകരുകയാണ് ചെയ്യുന്നതെന്നാണ് ആര് പറയുന്നത്, യെസ് നമ്മുടെ ഓഗ്ഡൻ നേഷ് പറയുന്നത്. പിന്നെ പറയുന്നൊരു കാര്യം, അടുത്ത് പറയുന്നൊരു ഇൻസ്റ്റൻസ് ആണ്. അതായത് നമുക്കറിയാം ഈ ഡെൻറ്റിസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കണ്ണാടി ഉണ്ടാവുമല്ലോ ഫ്രണ്ടിൽ, അല്ലേ? ഇങ്ങനെ ഒരു കണ്ണാടി കൂടി വരുമ്പോൾ നമുക്ക് ഇല്ലതിനേക്കാളും പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ഓഗ്ഡൻ നേഷ് പറയുന്നത്. കാരണം ഈ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മളെയും കാണാൻ പറ്റും, നമ്മുടെ വായയും കാണാൻ പറ്റും, പിന്നെന്താ ഈ ഡോക്ടറിനെ നമുക്ക് കാണുമല്ലോ. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഡോക്ടറിനെ പിന്നെ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു പെൺകരടിയെ പോലെയാണ് ഡോക്ടറിനെ കാണുന്നത് എന്നാണ് പറയുന്നത്. അതായത് റോമക്കാർ എന്താ പറയുക ഈ ഒരു ലൈൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റോമാക്കാർ പെൺകരടീനെ പറയുന്ന ഒരു പേരാണ് ഉർസ എന്ന് പറയുന്നത്. എന്താ ഉർസ? ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കണ്ണാടിയിൽ ഡോക്ടറിനെ കാണുമ്പോൾ ഒരു ഉർസേനെ പോലെയാണ് തോന്നുന്നതെന്നാണ് ഓഗ്ഡൻ നേഷ് പറയുന്നത്. അത്രയേ ഉള്ളൂ, സിംപ്ലി. ഓക്കെ, ഡൗട്ട് ആവണ്ട. അതായത് കണ്ണാടി മുന്നിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ഈ ഡോക്ടറിനെ കാണുമ്പോൾ കണ്ണാടിക്കകത്തൂടെ ഡോക്ടറിനെ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുക? ഒരു ഫെമിനൈൻ ബിയർ, ഒരു പെൺകരടി. റോമാക്കാർ പറയുന്ന പോലെ ഒരു ഉർസേനെ പോലെയാണ്. ഉർസ എന്ന് വെച്ചാൽ ഒരു ഫെമിനൈൻ ബിയർ, പെൺകരടീനെയാണ് റോമാക്കാർ ഉർസ എന്ന് പറയുന്നത്. സോ അത്തരത്തിലൊരു ഉർസേനെ പോലെയാണ് എനിക്ക് ഡെൻറ്റിസ്റ്റിനെ കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് ഓഗ്ഡൻ നേഷ് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലാവുമ്പോൾ നമുക്കറിയാം ഈ കണ്ണാടിയിൽ നമ്മുടെ ഫേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടതുവശം വലതായിട്ടും വലതുവശം ഇടതായിട്ടും ആ രീതിക്കല്ലേ നമ്മൾ കാണും. അത് നമുക്കറിയാന്നുള്ള ഒരു കാര്യമാണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വലത് പല്ലിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, ഞാൻ പറയുകയാണെ എൻ്റെ വലത് പല്ലിലാണ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചോ. പക്ഷെ നമ്മൾ കണ്ണാടിയിൽ കാണുമ്പോൾ അതെങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക? ഇടത് സൈഡിലായിരിക്കായിട്ടും നമ്മൾ കാണുന്നുണ്ടാവുക, അല്ലേ? മീൻസ് വലതുവശം ഇടതുവശമായിട്ടായിരിക്കുമല്ലോ കണ്ണാടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ കണ്ണാടി ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ടെൻഷൻ വരികയാണ്. ഓ മൈ ഗോഡ്, എന്താണ് എൻ്റെ വലത് പല്ലിലെ ട്രീറ്റ്മെൻറ്റ് പറയാൻ ഇയാൾ ഇടത് ഭാഗത്തെ പല്ലിനാണോ ചെയ്യുന്നത് എന്നുള്ളൊരു പേടിയും എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ വരാറുണ്ട് എന്നാണ് ഓഗ്ഡൻ നേഷ് പറയുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി അത് പറഞ്ഞുതരാം ഡൗട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നോക്കൂ, അതായത് ആദ്യമേ പറഞ്ഞു പല്ലിങ്ങനെ പോളിഷ് ചെയ്യുന്നത് നമുക്ക് തോന്നും, പക്ഷേ അല്ല, പല്ല് വീണ്ടും തകരുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ
പറയുന്നത് ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ണാടിയിലൂടെ എന്താണ് നമ്മുടെ ഡോക്ടറിനെ കാണുമ്പോൾ, ഡെൻറ്റിസ്റ്റിനെ കാണുമ്പോൾ റോമാക്കാർ പറയുന്ന പോലെ ഒരു ഉർസയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു പെൺകരടിയെ പോലെയാണ് തോന്നുന്നത് ഡെൻറ്റിസ്റ്റിനെ കാണുമ്പോൾ. മീൻസ് ആ മിററിലൂടെ കാണുമ്പോൾ ഒരു ഉർസേനെ പോലെയാണ് തോന്നുന്നതെന്ന് ആദ്യം ആര് പറയുന്നുണ്ട്, ഓഗ്ഡൻ നേഷ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇങ്ങനെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാം റൈറ്റ് ലെഫ്റ്റ് ആയിട്ടും ലെഫ്റ്റ് റൈറ്റ് ആയിട്ടായിരിക്കുമല്ലോ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്, എൻ്റെ വലത് ഭാഗത്തുള്ള പല്ലിനാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണാടിയിൽ കാണുന്നത് പക്ഷേ ഇടത് ഭാഗമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഡോക്ടർ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇയാൾക്കിനി എങ്ങാനും പല്ല് മാറിപ്പോയോ എന്നുള്ളൊരു പേടി കൂടി, അങ്ങനെ ഒരു ടെൻഷനും കൂടി എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ടെന്നാണ് ഓഗ്ഡൻ നേഷ് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത് പറയുന്നത്, അങ്ങനെ നമ്മുടെ പല്ലിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സമാധാനമായിട്ട്, മീൻസ് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആ ഒരു സമാധാനത്തിൽ നമ്മൾ എണീക്കുന്നു. ആ ചെയറിൽ നിന്ന് നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി എനിക്ക് വരണ്ടല്ലോ, ഇനി എന്തായാലും തീർന്നു കിട്ടിയല്ലോ സംഭവം എന്നുള്ളൊരു എന്താ പറയുക സമാധാനത്തിലായിരിക്കും നമ്മൾ എണീക്കുന്നുണ്ടാവും. അങ്ങനെ എണീക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യുന്നത്, ഡെൻറ്റിസ്റ്റ് എന്ത് പറയുന്നത്, 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരണം കേട്ടോ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ പോയിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും, ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയും, കുറച്ച് ദിവസത്തിന് ശേഷം തിരിച്ചൊന്നുകൂടി ചെക്കപ്പിന് വേണ്ടിയിട്ട് ചെല്ലാൻ പറയും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ എല്ലാം കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് വരേ വേണ്ട എന്ന് പറഞ്ഞ ഒരു ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തിൽ നമ്മളെ ആ ചെയറിൽ നിന്ന് എണീക്കുമ്പോഴായിരിക്കും ഡെൻറ്റിസ്റ്റ് പറയുന്നത് ഇനി 3 മാസത്തിന് ശേഷം തിരിച്ചു വരണം. ഇവിടെ 3 months എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നോ? 3 months എന്ന് വെച്ചാൽ മന്തായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 3 മാസത്തിന് ശേഷം തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ സമാധാനം കൂടി മൊത്തത്തിൽ പോയി. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊരു വിഷ്യസ് സർക്കിളിലായി പോവുകയാണ്, മീൻസ് ഒരു ട്രാപ്പിലായി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്, അതായത് നമുക്കൊരു പല്ലിനൊരു പ്രശ്നം പറ്റി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രാപ്പിലായി പെട്ട് കഴിഞ്ഞു. ഓക്കെ, കാരണം അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിലുടനീളം നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വീണ്ടും എന്തെങ്കിലുമായിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വീണ്ടും പോവേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്നാണ് ഇവിടെ ഓഗ്ഡൻ നേഷ് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്ന കാര്യം. ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇത് പിന്നെ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോയമല്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ആ ഫസ്റ്റ് 1 word സെക്ഷൻസിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ലെവലിലോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 1-2 ചോദ്യമൊക്കെ വരാം. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും, കാരണം പല കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, എന്താണ് ഇയാൾ പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല ആദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ടൊരു റിവിഷൻ പോലെ ഒന്ന് പറഞ്ഞു തരാം, ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. നോക്കൂ, ആദ്യമേ നമ്മുടെ ഓഗ്ഡൻ നേഷ് പറയുന്നത് ഈ അദ്ദേഹത്തിന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി വാ തുറന്ന് വെച്ചിരിക്കുന്നതാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഓഗ്ഡൻ നേഷ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഇനി ഒരിക്കലും എവിടെ വരേണ്ടി വരില്ല, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ വാ തുറന്നിരിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഒരുപാട് ടോർച്ചേഴ്സ് നമ്മളപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട്. നമ്മുടെ താടി എന്താണ് നെഞ്ചിൽ മുട്ടുന്ന മാതിരിയാണ് നമ്മൾ വാ തുറന്ന് ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ കൈക്കകത്തുള്ള ലൈഫ് ലൈനും ലവ് ലൈനും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഈ നഖം കൊണ്ടിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താണ്, അങ്ങനെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ നമ്മുടെ അന്തസ്സും നമ്മുടെ അഭിമാനവും എല്ലാം ഡിഗ്നിറ്റിയും ഒക്കെയാണ് അവിടെ ചോർന്ന് പോകുന്നത് എന്നാണ് നമ്മുടെ ഓഗ്ഡൻ നേഷ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ മൗത്തിൽ എടുക്കുന്ന ഈ ഒരു കാര്യം, ഈ ഒരു പല്ലിന് വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഒരു റോഡ് പണി ചെയ്യുന്ന പോലെയാണ് നമുക്ക് ചെയ്തു തരുന്നതെന്നാണ് ഒരു സിമിലിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, എന്ന് പറയുമ്പോൾ റോഡിൽ ഈ കട്ടറൊക്കെ നികത്തി പിന്നെ ടാറൊക്കെ ഇട്ട് ഷേപ്പാക്കി എടുക്കുന്ന പോലെയാണ് പല്ലിലും ഈ പറഞ്ഞ പോലെ ഹോളൊക്കെ അടച്ച് റെഡിയാക്കി എടുക്കുന്നത്. ആ രീതിക്കാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ സകല നെർവ്സും എന്താവുന്നുണ്ട്, നമ്മുടെ ഹെഡിലെ തലയിലെ എല്ലാ നെർവ്സും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, മൊത്തത്തിലൊരു അസ്വസ്ഥമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നമുക്കപ്പോൾ ഉണ്ടാകുന്നുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ കണ്ണാടി കൂടി കാണുമ്പോൾ നമുക്ക് ഉള്ള സമാധാനം കൂടി പോകുമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ കണ്ണാടിയിലൂടെ നമ്മൾ ഈ ഡോക്ടറിനെ കാണുമ്പോൾ, ഈ ഡെൻറ്റിസ്റ്റിനെ കാണുമ്പോൾ ഒരു ഉർസേനെ പോലെയാണ് കാണുന്നത്. മീൻസ് റോമാക്കാർ പെൺകരടിനെ പറയുന്ന പേരാണ് ഉർസ. സോ ഉർസേനെ പോലെയാണ് ഡോക്ടറിനെ കാണുന്നതെന്ന് ആര് പറയുന്നുണ്ട്, നമ്മുടെ ഓഗ്ഡൻ നേഷ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഈ കണ്ണാടിയിലൂടെ റൈറ്റ് ലെഫ്റ്റ് ആയിട്ടും കാണുന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം മീൻസ് അതായത് ഏത് സൈഡ് ഈ പല്ല് നേരെ ആക്കേണ്ട, മീൻസ് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സൈഡ് ഇയാൾക്ക് മാറിപ്പോകുമോ എന്ന് ഈ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ എനിക്കങ്ങനെ ടെൻഷൻ വരാറുണ്ട് എന്ന് ആര് പറയുന്നുണ്ട്, ഓഗ്ഡൻ നേഷ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുക, എല്ലാം കഴിഞ്ഞു എന്നുള്ള സമാധാനത്തിന് ചേർന്ന് എണീക്കുമ്പോഴായിരിക്കും പറയുന്നുണ്ടാവുക 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരണം, ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യണം,
വീണ്ടും നോക്കണം എന്ന് ഡെൻറ്റിസ്റ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് അതിലൂടെ അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകാനേ നേരമുള്ളൂ. ലൈഫ് ലോങ് നമുക്ക് ആ ഒരു വിഷ്യസ് സർക്കിൾ, ആ ഒരു ട്രാപ്പിൽ നമ്മൾ അകപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഓഗ്ഡൻ നേഷ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഇത് മൊത്തത്തിലൊരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു പോയമാണ് കേട്ടോ. അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ. പിന്നെ പല കാര്യങ്ങളും ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക, ഞാൻ അതിലൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കാം. ഓക്കെ. പിന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.